ജീത്തു ജോസഫ് എന്ന് പറയുന്ന പേര് കേട്ട് തിയേറ്ററിലേക്ക് ഓടുന്നതിന് മുമ്പേ ഇതൊന്ന് കേട്ടോ. നിങ്ങൾ ഇതുവരെ കണ്ട ദൃശ്യം മെമ്മറീസ് ഒന്നുമല്ല ഇത്. മനുഷ്യന്റെ മൈൻഡ് വെച്ച് കളിക്കുന്ന പക്ക സൈക്കോളജിക്കൽ ഒരു പസിൽ ഗെയിമാണ് വലത്തുവശത്തെ കള്ളൻ. കണ്ടന്റ് ഗംഭീരം, പക്ഷേ ഇതിന്റെ അവതരണം അത്രയ്ക്ക് ഗംഭീരമായോ? നമുക്ക് നോക്കാം. CI ആന്റണി സേവിയർ, ബിജു മേനോൻ തകർത്താടിയ വേഷം. അദ്ദേഹത്തിന്റെ ആ ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ച് കേസ് സോൾവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അപ്രതീക്ഷിതമായ ടെസ്റ്റുകൾ, അവ നമുക്കൊരു ഗംഭീരമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കും. ജോജു ജോർജും ലെനയും അസാധ്യ പ്രകടനമായിരുന്നു. ചില ഇമോഷൻ സീനുകളൊക്കെ നമുക്ക് ഇങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗം, മെയിൽ ഷോവനിസം, അതുപോലെ തന്നെ സിസ്റ്റത്തിലെ ചില പുഴുക്കുത്തുകൾ, ഇവയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു ക്രൈം ത്രില്ലറിനെ ഒന്ന് ലൈവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ജീത്തു ജോസഫ് വളരെയധികം പണിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഒരേ സമയം നിങ്ങളെ ത്രില്ലടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും നാടകീയതയുടെ ഒരു കടന്നുകയറ്റം സിനിമയിലുണ്ട്. അപ്പം ഓവറാൾ സിനിമ നമുക്കൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തരുന്നുണ്ട്. ഒരു എബോ ആവറേജ് മൂവി തന്നെയാണ്. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഓരോ സീൻ കാണുമ്പോഴും അടുത്ത സീൻ എന്താണെന്ന് ഉള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ജനിപ്പിക്കുന്നുണ്ട്. അതായത് അടുത്ത സീൻ എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു ട്വിസ്റ്റ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഓവറാൾ സിനിമ നമ്മൾ കണ്ടിട്ടിറങ്ങുമ്പോൾ ബാക്കിയുള്ള ജീത്തു ജോസഫ് സിനിമകൾ തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ, അത് നമുക്ക് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്യരുത്. നല്ലൊരു പസിൽ ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ലെവലിൽ നമുക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക.